ഇന്ന് രാത്രി റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ചിന്തിപ്പാനായ പരിശുദ്ധാത്മാവൻ താല്പര്യപ്പെടുന്നത്. 2-ാം അധ്യായത്തിന്റെ 7 വാക്യം വരെ ചിന്തിച്ചെന്ന് ആർക്കെങ്കിലും പറയാമോ? 7 വാക്യം വരെ. ഒരു കാര്യം ദൈവത്തിന്റെ കയ്യിലില്ല, മുഖപക്ഷമില്ല. അതെ, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ എന്ന് പറഞ്ഞാണ് റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. എനിക്ക് പൊതുവെ ഉണർവിൻ്റെ തോതുകളോടും അഭിഷേകത്തിൻ്റെ ആലോചനകളോടും ഒക്കെയാണ് എനിക്ക് താല്പര്യം. കഴിഞ്ഞ ശക്തമായി ദൈവസാന്നിധ്യം അനുഭവിച്ച് ആരാധിപ്പാനിടയായി ഞാൻ കരുതുന്നു. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അഭിഷേകത്തിൻ്റെ ഉണർവിൻ്റെ ദൂതകളോടാണ് ഇഷ്ടവും താല്പര്യവും, ആരാധിക്കാനുള്ള കൊതി കൊണ്ടും ഒക്കെ ചിന്തിക്കാനാണ് താല്പര്യമെങ്കിലും റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ആലോചനകളും വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ആലോചനകളുമാണ് അതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളായതുകൊണ്ടും ആ ചിന്തകളോട് നമ്മളെ അനുഗ്രഹിക്കും, നടത്തുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ് ആത്മാവിൻ്റെ വരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ഒരു ഭാഗത്ത് ആത്മാവിൻ്റെ വരങ്ങൾ, ഒരു പക്ഷിയുടെ ചിറകിൻ്റെ ഒരു ഭാഗത്ത് ആത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറയുന്നത് പോലെ അന്യഭാഷ, പ്രവചനം, ശുശ്രൂഷ, ദൂതുകൾ, ആലോചനകൾ, വെളിപ്പാടുകൾ ഒക്കെ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആവശ്യമായ കാര്യമാണ് ഫലങ്ങൾ, അല്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഇതെല്ലാം ഫലങ്ങളാണ്. ആ ഫലങ്ങളോടെ നമുക്ക് ആവശ്യമാണ്. ഒരു പക്ഷിക്ക് ഒരു ചിറക് വെച്ച് പറക്കാൻ കഴിയത്തില്ല, അല്ലേ? 2 ചിറകുകൾ ആവശ്യമുള്ളതുപോലെ ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും ഒരുപോലെ നമുക്ക് ആവശ്യമാണ്. വരങ്ങളിൽ നമുക്ക് ആനന്ദിക്കുവാൻ ഒരുപക്ഷെ കഴിയുന്നുണ്ട്, അല്ലേ? ആരാധനയിൽ, ആത്മാവിന്റെ സന്തോഷത്തിലൊക്കെ ആനന്ദിക്കാൻ നമുക്ക് വരങ്ങൾ വെളിപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം. എന്നാൽ ഫലങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ആനന്ദവും അഭിഷേകവും ഉണർവും ഒന്നും വെളിപ്പെടത്തില്ല. അത് നമ്മളിലേക്ക് ആ ദൂതുകൾ നമ്മളെ ശോധന ചെയ്യുന്നതും ശുദ്ധീകരിക്കുന്നതുമായിട്ട് അങ്ങനെയുള്ള ദൂതുകളാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യം നാം ചിന്തിച്ചു. 12-ാമത്തെ വാക്യം, ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ജനത്തിന് ദൈവം ന്യായപ്രമാണം കൊടുത്തു, ന്യായപ്രമാണത്തിൽ ജീവിച്ചവർ, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരെ ദൈവം ന്യായപ്രമാണ പ്രകാരം വിധിക്കപ്പെടും. എന്നാൽ അതിനു മുമ്പ് ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരുണ്ട്, ന്യായപ്രമാണം വെളിപ്പെടുന്ന പോലെ. അതിനു മുമ്പ് ഉള്ളവരെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും എന്ന് കാണുന്നുണ്ട്. അതിൽ പിന്നീട് ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞിട്ട് മനസ്സാക്ഷിയെ കുറിച്ചുള്ള ചിന്തകൾ താഴോട്ട് വരുന്നുണ്ട്. അവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ ദൈവം ന്യായപ്രമാണം കൊടുത്തിട്ട് ന്യായപ്രമാണ പ്രകാരം ജീവിക്കണമെന്ന് അവരോട് സംസാരിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരെ ന്യായപ്രമാണത്തിന്റെ തോതിൽ ന്യായപ്രമാണ പ്രകാരം ദൈവം വിധിക്കുമെന്ന് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ കേൾക്കുന്ന വചനം അത് നമുക്ക് അനുഗ്രഹമായി വരണമെങ്കിൽ അത് വിശ്വാസമായി പരിണമിക്കണം. നമുക്ക് എപ്പോഴും വചനം കേൾക്കാൻ താല്പര്യമാണ്. ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. പക്ഷെ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പ്രസംഗം കേൾക്കുന്നു, ആ സമയത്ത് ദൈവത്തിനൊന്ന് ആനന്ദിക്കുന്നു, അത് നല്ലതായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ പ്രവൃത്തിപഥത്തിലേക്ക്, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ആ പ്രസംഗത്തെ കൊണ്ടുവരാനായി, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി പലപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നതെങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുത്തി. വചനം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, അല്ലേ? സഹോദരൻ സൂചിപ്പിച്ച പറഞ്ഞില്ലേ, മുള്ളിനിടയിൽ വീണ വിത്ത്, അല്ലെ? നല്ല നിലത്ത് വീണ വിത്ത്, പാറമേൽ വീണ വിത്ത് ഫലം കായ്ക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടായിരുന്നു, അല്ലെ? അപ്പോൾ വീഴുന്ന വിത്ത് അത് ഫലം കായ്ക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നല്ല പ്രസംഗമാണ്, മാസ്റ്റർ പ്രസംഗം നല്ലതായിരുന്നു, അല്ലെ? ആ ശ്രീനിവാസന്റെ പ്രസംഗം നല്ലതായിരുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമാണ്, അല്ലെ? ആരാധിക്കാനൊക്കെ ഒരു സന്തോഷം, ഒരു എനർജിയൊക്കെ ലഭിക്കും. പക്ഷെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ചതിക്കരുത്, വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിൽ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ഇന്ന് നമ്മുടെ പ്രയർ വരുന്നതിന് മുമ്പ് കണ്ണാടി നോക്കാത്തവരുണ്ട്. നോക്കാത്തവർ ഇന്ന് പ്രയർ നടക്കുന്നതിന് മുമ്പ് അല്ലേ അങ്ങനെ നോക്കിയില്ല. ഇന്ന് പ്രയർ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണാടി
അങ്ങനെയാണല്ലേ, എവിടെ പോയാലും നമ്മൾ ഡ്യൂട്ടിക്ക് പോയാലും പ്രാർത്ഥനയ്ക്ക് പോയാലും നമ്മൾ കണ്ണാടി മുമ്പിൽ നിന്ന് കുറച്ച് സമയം, ചിലർ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരുണ്ട്, ചിലർ കുറച്ച് നേരം മാത്രം ചെലവഴിക്കുന്നവരുണ്ട്. എന്നാൽ അവിടെ വചനം കേൾക്കുന്നവനെ ഊഹിച്ചിരിക്കുക. വചനം കേൾക്കുന്നവൻ ചെയ്യാത്തവനായിരുന്നു തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും, അല്ലെ? ജീവിതത്തിന്റെ പാളിച്ചകൾ, പരാജയങ്ങൾ, ബലഹീനതകൾ, സംഭവിച്ച കുറവുകളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കും വചനം കേൾക്കുമ്പോൾ. പക്ഷെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ, ശുശ്രൂഷ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10 മണി മീറ്റിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം മറന്നു പോകും. അതുകൊണ്ട് അവിടെ അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നെന്ന് ഉടനെ മറന്നു പോകും. അപ്പം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഗുരുവുണ്ടല്ലോ, അല്ലെ ഇവിടെ പൗഡർ വെച്ച് ഇരിക്കുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചാലും ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ മറന്നു, അല്ലെ? അതുപോലാണ് ദൈവജനത്തോട് ഉപയോഗിച്ചിരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ നമ്മിലേക്ക് നമ്മൾ ചിന്തിക്കും, അല്ലെ? നമ്മുടെ കുറവുകളിലേക്ക്, സംസാരത്തിൽ, പ്രവൃത്തിയിൽ വന്ന വീഴ്ചകളിലേക്കൊക്കെ നമ്മുടെ ചിന്ത പോകും. പെട്ടെന്നൊരു പ്രശ്നം കേൾക്കുന്നു. പക്ഷേ പ്രസംഗം കേട്ട് കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ്, ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകും, അല്ലേ? അപ്പോൾ സ്വാഭാവിക മുഖം നോക്കിയിട്ട് മറന്നു പോകുന്ന മനുഷ്യനോട് തുല്യനാകുന്നത് നമുക്ക് കാണാൻ കഴിയും. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ ചെയ്തുകൊണ്ടും എഴുതിയിരിക്കുന്നതായി കാണും. ന്യായപ്രമാണത്തിൽ ജീവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു. ഈ ന്യായപ്രമാണം വരുന്നതിന് മുമ്പും ഒരു തലമുറ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ നമുക്കറിയാം, യേശു കർത്താവിനെ സുവിശേഷ ലോകമെന്നും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോഴും പ്രസംഗിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. കർത്താവിനെ കുറിച്ച് അറിയാത്ത ഗോത്രവർഗങ്ങൾ ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട്. കേരളം നമ്മൾ തെക്കൻ ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഉണർവും, അല്ലെ, അഭിഷേകവും ഒക്കെയാണ്. എന്നാൽ വടക്ക് ഭാഗത്തേക്ക്, അല്ലെ, മലബാർ ഭാഗങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ സഭകൾ വളരെ കുറവാണ്. ഇനിയും വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കുറവാണ്, അല്ലേ? അപ്പോൾ ഈ ഉണർവിന്റെ ദൂത്, അഭിഷേകത്തിന്റെ ദൂത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവ് അനുഭവിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത അനേക വ്യക്തികളെ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ അവരെങ്ങനെയാണ് ദൈവം അവരെ വിധിക്കുന്നത്? അവർ ന്യായപ്രമാണം നമുക്ക് മനസ്സിലാകുന്നില്ല. യേശു എന്ന് കേൾക്കാത്തവരുണ്ട്, ക്രിസ്തു എന്ന് ആരാണെന്ന് അറിയാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ദൈവത്താൽ വിധിക്കപ്പെടുന്നത് അവിടെ എഴുതിയിരിക്കുന്നത്? ഒരു മനസ്സാക്ഷിയുണ്ട്. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ മനസ്സാക്ഷിയെ കുറിച്ച് ചില വാക്യങ്ങൾ ദൈവത്തിൽ വളരെ പരിമിതമായ ചില വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മനസ്സാക്ഷി, ഞങ്ങൾ ലോകത്തിൽ വിശേഷാലോട് ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്രേ. ദൈവം നൽകുന്ന വിശുദ്ധി, ഒന്നവർക്ക് ദൈവം നൽകുന്ന വിശുദ്ധി ഉണ്ടായിരുന്നു, നിർമ്മലത ഉണ്ടായിരുന്നു എന്ന്. അല്ലോ, മനസ്സാക്ഷിക്ക് ഒരു സാക്ഷ്യമുണ്ട്, അല്ലെ? അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് കുത്തുകൊള്ളും. വചനം കേൾക്കുമ്പോൾ നല്ലതായിട്ട് ജീവിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വരും. സംസാരം മാറ്റണം, ചിന്തകൾ മാറ്റണം എന്നൊക്കെ ഒരു ആഗ്രഹം വരും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് ഈ വഴി നടന്നുകൊള്ളുകയും സംസാരിക്കും. എന്നാൽ വേറൊരാളോട് നമ്മളോടുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ മനസ്സാക്ഷിയാണ്, അല്ലേ? ഈ ലോകത്ത് എല്ലാവരും, ഈ ക്രിസ്ത്യാനികൾ, യേശുവിനെ അറിയാത്ത മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാർ നല്ലതായി ജീവിക്കുന്നവരുണ്ട്, അല്ലേ? കാരണം അവർക്ക് അവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഏതെങ്കിലും പുസ്തകങ്ങളായിരിക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ മത പഠനങ്ങളായിരിക്കത്തില്ല. അവരുടെ മനസ്സാക്ഷിയോട് അവർക്കൊരു ഉത്തരവാദിത്വം, അത് ചെയ്തത് തെറ്റാണ്, അല്ലേ? ക്രിസ്ത്യാനികളല്ലാത്തവരല്ല, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരാരും സിഗരറ്റ് വലിക്കാത്തവരുണ്ട്, അല്ലേ? മദ്യപിക്കാത്തവരുണ്ട്, നല്ല പെരുമാറ്റമുള്ളവരുണ്ട്. ഞങ്ങളുടെ അയൽവക്കത്തുള്ളത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തം ഹിന്ദുക്കളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മുടെ പൊതുവിൽ പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനികളെക്കാൾ നല്ല സ്വഭാവവും രീതികളും ഇടപെടലുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ള ആൾക്കാരാണ് അവർ, അല്ലേ? ചിലത് എല്ലാവരും വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഭരിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നവരുടെ മനസ്സാക്ഷിയായി. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ വിശുദ്ധിയുള്ളവരാണ്, നിർമ്മലതയുള്ളവരാണ്, ഞങ്ങൾ നിങ്ങളോട് പെരുമാറിയിരിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം, ഞങ്ങളുടെ പ്രശംസ. അപ്പോൾ ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് അറിയാം ഞങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത്.
അപ്പൊ നമ്മൾ ഓരോരുത്തരും, ഇത് നമ്മളോടുള്ള നമ്മൾ ഓരോരുത്തരോടും പെരുമാറുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത് നമ്മുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പോലെ ആയിരിക്കും. അതായത് നമ്മളോട് ഒരാൾ പറയാം, അവനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലേ, അവനോട് ദേഷ്യപ്പെടാൻ പറയാം. അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നില്ല, അകത്ത് ചെയ്യണ്ടായിരുന്നു അല്ലേ, പറയണ്ടായിരുന്നു അല്ലേ, കോപിക്കണ്ടായിരുന്നു. ആരാ? മനസാക്ഷിയാണ്. അപ്പൊ മനസാക്ഷിയുടെ സാക്ഷ്യപ്രകാരവും വിശുദ്ധതയുള്ള നയിക്കുക മാത്രമല്ല, നിർമ്മലതയുള്ളവരായിരുന്നു മാത്രമല്ല, അവർ തങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യത്തിലും പ്രശംസിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും അതിന് സമാനമായ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള അപ്പൊ നമ്മെ ദുഷിക്കുന്നവരുണ്ട്. നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുപാടുകളായിരിക്കാം, നമ്മെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ഉണ്ട്, ദൂഷിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവര് ആയിരുന്നു. അവൻ പെന്തക്കോസ്തുകാരനാ, പക്ഷെ ഒരു സമാധാനം ഡ്യൂട്ടിക്ക് തരികയില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല. അവൻ പെന്തക്കോസ്തുകാരൻ, ആരാധനയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ രീതികളൊന്നും മനസാക്ഷിക്ക് നിരക്കാത്തത്. അങ്ങനെ നമ്മെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടയാകരുത്. നമ്മെ ദുഷിക്കുന്നവരുണ്ട്. കർത്താവിനെ സ്വീകരിച്ചത് നിമിത്തം, കർത്താവിനെ ആരാധിക്കുന്നവരുണ്ട്, നമ്മെ ദുഷിക്കുന്നവരുണ്ട്. എന്നാൽ ആ ദുഷിക്കുന്ന അനുഭവം ഒക്കെ, എന്നാൽ അതല്ല, നമ്മളെ പഴിച്ചു പറയുന്നവർ ലജ്ജിക്കണം. അതുകൊണ്ട് നല്ല മനസാക്ഷിയുള്ള, നമ്മളിൽ കുറ്റം കണ്ടുപിടിക്കുവാനിടയാകാതെ, തെറ്റ് കണ്ടുപിടിക്കുവാനിടയാകാതെ നമ്മുടെ മനസാക്ഷി കൊണ്ട് അവിടെ പരിശുദ്ധാത്മാവ് വരുന്നില്ല, അവിടെ വചനത്തിന്റെ സ്വാധീനം ഒന്നും വരുന്നില്ല. നമ്മുടെ മനസാക്ഷി മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലും സംസാരിക്കുന്ന രീതിയിലും നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്ന നല്ല ഹിതമനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റണം. അതാണ് അവിടെ നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കും എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്ക് മുൻ മോശയെ ഏൽപ്പിച്ചു അല്ലെ, ന്യായപ്രമാണ പുസ്തകങ്ങളെ ഏൽപ്പിച്ചു, കൽപ്പനകളെ ഏൽപ്പിച്ചു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, പുതിയ നിയമത്തിലെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ പുതിയ നിയമസഭയ്ക്ക് എഴുതപ്പെട്ടിരിക്കുന്ന വചനം ഇവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ന്റെ 33. എന്നാൽ ഈ കാലം കഴിഞ്ഞ ഞാനൊരു നിയമം ചെയ്യുവാനിരിക്കുന്നു. അവർക്ക് കർത്താവ് നിയമം കൊടുത്തിരുന്നു, കൽപ്പനകൾ കൊടുത്തിരുന്നു, കൽപ്പലകകൾ കൊടുത്തിരുന്നു, ന്യായപ്രമാണം കൊടുത്തിരുന്നു. എന്നാൽ ഈ ജനം അതൊന്നും അനുസരിക്കാതെ നടന്ന ജനമായിത്തീർന്നു, ദൈവത്തോട് മറുതലിച്ചവരായിത്തീർന്നു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകുന്ന നിയമം എങ്ങനെയാണ്? ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പോൾ മോശയുടെ കരത്തിൽ കൽപ്പനകൾ കൊടുത്ത് ഈ നിയമം അനുസരിക്കണമെന്നൊക്കെ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പുതിയ നിയമസഭയ്ക്ക് എഴുതപ്പെട്ടിരിക്കുന്ന ഈ കൽപ്പനകൾ എവിടെയാ? നമ്മുടെ ഹൃദയത്തിലാണ് അല്ലെ. ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കിയിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും ജനമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ പഴയ നിയമത്തിൽ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ട നിയമങ്ങളെ പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസാക്ഷി, നമ്മുടെ ഹൃദയം, നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ എത്ര പേരെ ഉപദേശിക്കാൻ ഉള്ളത് നോക്കിയേ അല്ലേ. ഭർത്താവിന് ഭാര്യ ഉപദേശിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുന്നുണ്ട്, ഒക്കെ ശരിക്കും. പക്ഷെ ഉപദേശിക്കാൻ ഇനിയും കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നല്ലേ. വചനം നമ്മളോട് സംസാരിക്കും, വചനം നമ്മെ ഉപദേശിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിക്കും, മനസാക്ഷി, സ്വന്തം മനസാക്ഷി നമ്മെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, ഹൃദയം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 16-ാമത്തെ എല്ലാ വാക്യം ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ ഇത്രയും സമയമായിട്ടും 2-ാം അധ്യായത്തിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് അല്ലെ. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന. അപ്പം അതിന് മുമ്പിലത്തെ വാക്യം വായിച്ച്, അതുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കും. ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി, ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ കൽപ്പനകൾ, അതാണ് നമ്മെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? നമ്മെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നയിച്ച് ഒരിക്കൽ കർത്താവിനെ നാം കാണേണ്ടതായിട്ടുണ്ട്, ഒരിക്കൽ ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്? ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ
അപ്പൊ ഒരു ന്യായം വിധിയുടെ നാൾ നമുക്കുണ്ട്. അവകാശമുണ്ടോ? സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ന്യായവിധിയുടെ നാളുകൂടെ നമുക്കുണ്ട് അല്ലേ? ആ നാളിൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ട് വരും. ആര് മുഖാന്തരമാണ്? യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങൾ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ആരും കണ്ടില്ല, ആരും കേട്ടില്ല എന്നൊക്കെ നമ്മുടെ അകത്ത് ചിന്തയുണ്ടെങ്കിലും ഹല്ലേലൂയ എവിടത്ത് നോട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ന്യായവിധിയുടെ നാളിൽ അവന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയം പുതിയ നിയമസഭയ്ക്ക് ഉണ്ടാകും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് ഒന്നും വിളിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി കർത്താവിന്റെ അടുത്ത് നിന്ന് ഒന്നും മറയ്ക്കുവാൻ കഴിയത്തില്ല അല്ലേ? നമുക്ക് വ്യക്തികളിൽ നിന്ന്, മനുഷ്യരിൽ നിന്നൊക്കെ മറയ്ക്കാൻ പറ്റും. ദൈവത്തിൽ നമുക്കൊന്നും മറയ്ക്കുവാൻ പറ്റത്തില്ല. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തര് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. അപ്പൊ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമുണ്ട്. ആരും നമ്മെ കാണുന്നില്ലെന്ന് ചിന്തിക്കരുത്. ദൈവം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയങ്ങളുടെ ആലോചനകളെ അവൻ വെളിപ്പെടുത്തും. മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിച്ചത്ത് കൊണ്ടിരിക്കും. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 24-ലും അതേ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, ഉണ്ടോ? സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് യൂദാ കർത്താവിനെ ഒറ്റി കൊടുത്തതിന് ശേഷം കെട്ടി ഞാൻ ശാകുവാനായിട്ടിടയായിട്ടുണ്ട്. ആ സ്ഥലം ഒഴിവായി കിടക്കുകയാണ്. അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാരുടെ ഒരു പ്ലേസ് ഒഴിവായി കിടക്കുന്നതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ചീട്ടിട്ടെടുക്കുന്ന. മത്യാസിനാണ് ചീട്ട് വീഴുന്നത്. അപ്പോൾ മത്യാസിന് ചീട്ട് വീഴുന്നതിന് മുമ്പ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ആ പ്രാർത്ഥിക്കുന്നതിന്റെ സ്റ്റാർട്ടിങ് നോക്കുക. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, ഞങ്ങൾ യൂദയ്ക്ക് പകരം അവരിൽ കർത്താവ് തെരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു യൂദ. എന്നാൽ അവനാണ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് ഒരു ഭയമുണ്ട്. ഇനി അടുത്ത ആളെ തെരഞ്ഞെടുക്കാൻ പോവുക. യൂദയ്ക്ക് പകരമാണ് ആളെ എടുക്കുന്നത്. അപ്പൊ യൂദയ്ക്ക് പകരം എടുക്കുന്ന ആൾ എങ്ങനെ ആയിരിക്കണം? അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത 2 പേരുടെ പേര് വിടുന്നുണ്ട്. മത്യാസിനാണ് ചീട്ട് വീഴുന്നത്. എന്നാൽ അതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഓരോരുത്തരുടെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. ആ 12 ശിഷ്യന്മാരുണ്ടായിരുന്നിട്ടും യൂദയെ കുറിച്ച് അവർക്ക് ആർക്കും പിടികിട്ടിയില്ല അല്ലേ? എന്നെ ഒരാൾ കാണിച്ചു കൊടുക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ആരാ? ഞാനാണോ ഓരോരുത്തരെ ചോദിക്കുന്നുണ്ട്. കാരണം കർത്താവ് യൂദയെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. യൂദയാണ് നിങ്ങൾ ഒരുത്തർ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ യൂദയെ അതിന് മുമ്പ് കർത്താവ് എങ്ങും വെളിപ്പെടുത്തുന്നില്ല. യൂദയെ കുറിച്ച് എത്ര കാലമായിട്ട് കർത്താവിന് അറിയാം. അവന്റെ പണസഞ്ചി അവന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നും അവൻ അതിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നും ഒക്കെ കർത്താവിന് അറിയാമായിരുന്നു. എല്ലാ ഏറ്റവും കർത്താവിന് അറിയാമായിരുന്നെങ്കിലും യൂദയെ കർത്താവ് അവിടെ എങ്ങും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുന്നു പിന്നെ കർത്താവ് പറയുന്നുമുണ്ട്. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് ഒരു സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ യൂദയുടെ മരണത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ അകത്തൊരു ചിന്ത ഉണ്ടാകും. ഈ അടുത്ത ആൾ എടുക്കുന്നവൻ എങ്ങനെയായിരിക്കും? കർത്താവിനിട്ട് പണിഞ്ഞതുപോലെ ഇനി അപ്പോസ്തലന്മാർക്കിട്ടും എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഒരു ഭയം ഇവിടെ അകത്തുള്ളത് കൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ അപ്പോസ്തല സ്ഥാനം ലഭിക്കേണ്ടതിന് ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ കാണാം. അപ്പോൾ ഹൃദയ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. എന്തെല്ലാം മറച്ചു പിടിച്ചാലും നമ്മെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കർത്താവുണ്ട്. അവൻ ശമ്മായ ഹോമയാണ്. അവന്റെ സാന്നിധ്യം എല്ലായിടവും ഉണ്ട്. നമുക്കതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പാതാളത്തിൽ കിടക്ക് മരിച്ചാൽ, ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താൽ, അല്ലേ, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ, സ്വർഗത്തിൽ പോയാൽ, എവിടെ ആയാലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അവനൊന്നും മറയ്ക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 17-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം
യേശു കർത്താവ് വന്നതിന്, ലോകത്തിലേക്ക് വെളിപ്പെട്ടതിന് ഹല്ലേലൂയ നാം എപ്പോഴും പറയുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരർത്ഥമുണ്ടല്ലേ? കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു പാപികളുടെ മാനസാന്തരത്തിനായി, പാപത്തിൽ നമ്മെ മോചനം നൽകുവാനായി, പാപയാഗമായി തീരണതിന് കർത്താവ് ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടു എന്ന് നമ്മൾ എപ്പോഴും പ്രസംഗിക്കുകയും ശുശ്രൂഷയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരു പദം എഴുതിയിരിക്കുക, താൻ നിയമിച്ച പുരുഷൻ, അത് യേശു കർത്താവാണ്, മുഖാന്തരം ലോകത്തെ അവൻ ഈ ന്യായം വിധിയുടെ ഉണ്ട് അല്ലേ? നമ്മളെ രക്ഷിക്കാൻ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് നമ്മളെ സ്നാനത്തിലേക്ക് നടത്തുക മാത്രമല്ല, അഭിഷേകത്തിലേക്ക് നടത്തുക മാത്രമല്ല, ഇനിയും ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ശുശ്രൂഷ കൂടെ കർത്താവിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ച്, അതുകൊണ്ട് ഒരു ഉറപ്പ് ദൈവമക്കൾക്ക് കൊടുക്കുകയാണ്, ഒരു ന്യായവിധി ഉണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ താൻ ഒരു ദിവസത്തെ നിശ്ചയിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിയമിച്ച ഈ പുരുഷന് ഒരു ന്യായവിധി കർത്താവ് കരമേൽപ്പിച്ചിട്ടുണ്ട്. അവൻ മുഖാന്തരം ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമുണ്ടല്ലേ? രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട്, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ജീവിച്ചതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. നമുക്കൊരു ന്യായം വിധിക്കുന്ന ഒരു സമയമുണ്ട്, നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അതിനായിട്ടൂടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നാണ് ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ്. എന്താണ്? എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ, അയ്യോ, അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, നമ്മളെ ഈ വാക്യം വായിക്കുന്നത് നിസ്സാര വാക്കൊക്കെ കർത്താവിന് ക്ഷമിച്ചുകൂടെ എന്ന് ചിന്തിക്കും. പക്ഷെ അവിടെ ക്ലിയറായിട്ട് എഴുതിയിരിക്കുന്നു, ഏത് നിസ്സാര വാക്കിനും കണക്ക് നാം ബോധിപ്പിക്കേണ്ടതായിട്ട് വരും എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹൂദനെ കുറിച്ചുള്ള ചില ചിന്തകൾ, ന്യായപ്രമാണത്തെ കുറിച്ചുള്ള ചിന്തകൾ, കുറെ ഈ മഹാപുരോഹിതന്മാരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമുക്കറിയാം, ഏലിയുടെ മക്കൾ ദൈവഹിത പ്രകാരമുള്ള വഴികളിൽ നടന്നു അല്ലേ? ശുശ്രൂഷയുള്ളവരായിരുന്നു. അവരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ ന്യായപ്രമാണ പുസ്തകം പഠിപ്പിക്കുന്നെങ്കിലും അതിൽ പ്രകാരം ജീവിക്കാതെ, അനുസരിക്കാതെ പ്രവൃത്തിയിൽ പരാജയപ്പെട്ടു പോയ ഒരു ഗണത്തെക്കുറിച്ച് താഴോട്ട് എഴുതുന്നുണ്ട്. അത് വിശദീകരിക്കാനായി ഞാൻ പോകുന്നില്ല. 25-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 24-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ, അപ്പൊ ദൈവമക്കൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുവാൻ പാടില്ല. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ വളരെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും അല്ലേ, പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസിയെ കുറിച്ചോ ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വൈറലാണ് സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നിമിത്തം ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുവാനായിട്ട് ഇടയാകാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നു. യാക്കോബ് പുസ്തകത്തിലേക്ക് 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ, നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നമ്മള് ഈ തെറ്റ് ചെയ്യുന്നതാണ് പാപം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ യാക്കോബ് പുസ്തകം പറയാണ്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ആഗ്രഹം അകത്തുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നെങ്കിൽ അതും പാപമാണ് എന്നവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, ഇടപെടൽ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മളെ ഈ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മെ ചുറ്റുപാടുള്ള സഭകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാസ്റ്റർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ആരോടാ? നമ്മളോട് ചോദിക്കും അല്ലേ? നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ ഒരു പാസ്റ്റർ പിടിക്കപ്പെട്ടല്ലോ, നിങ്ങളുടെ ഒരു പാസ്റ്ററിനെ ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നല്ലോ, എന്താ കാര്യം? അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ നാമം നമ്മിൽ കൂടെ ദുഷിക്കപ്പെടാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണമെന്നുള്ള ആലോചനകളാണ് അവിടെ നാം കാണുന്നത്. അതിന് മുമ്പിലുള്ള ഭാഗങ്ങളും ഒരുപാട് വിശദീകരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25-ാമത്തെ വാക്യത്തിലേക്ക് നാം വരാം. നീ ന്യായപ്രമാണം ആചരിച്ചാൽ, പരിശോധനയെ കുറിച്ചുകൂടെ സംസാരിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോയ ന്യായപ്രമാണം ആചരിച്ചാൽ
പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി. യഹൂദന്മാർക്ക് അവരുടെ അകത്തൊരു ചിന്ത ഉണ്ടായിരുന്നു. പരിച്ഛേദന കഴിക്കപ്പെട്ടത് കൊണ്ട് അവർ ഒരു വിശുദ്ധ ജനമാണ്, പ്രത്യേക ജനമാണെന്നൊരു ചിന്ത അവരുടെ അകത്തുണ്ടായിരുന്നു. ആ പരിച്ഛേദനയിൽ കാര്യമില്ല, അല്ലെങ്കിൽ പരിച്ഛേദന ഈ ഹൃദയ പരിച്ഛേദനയാണ് ആവശ്യം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അപ്പോസ്തലൻ കടന്നു വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഹൃദയത്തിനാണ് പരിച്ഛേദന സംഭവിക്കുക. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് ചിന്തയുണ്ടായിരുന്നു, നമ്മൾ പരിച്ഛേദന കഴിക്കപ്പെട്ടവരാണ്. യഹൂദന്മാരുടെ ഇടയിൽ നിന്നും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നവരുണ്ട്. അപ്പൊ നോക്കണം, ഈ അപ്പോസ്തലന്മാരുടെ സമയത്ത് ജാതികളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവര്, അല്ലെ, യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവര്, അങ്ങനെ യവനന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് പല കൂട്ടരുണ്ട്. അപ്പൊ യഹൂദന്മാർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഒരു പ്രശംസ, ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം അവർക്കുണ്ട്. ഞങ്ങൾ ഈ ജാതികളെ പോലെ കർത്താവിനെ സ്വീകരിച്ചവരൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല, ഞങ്ങൾ അഗ്രചർമ്മം ചെയ്തവരാണ്, ഞങ്ങൾ പരിച്ഛേദനയേറ്റവരാണ്, അപ്പൊ ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടെന്നൊരു ധാരണ അവരുടെ ഇടയിൽ പരക്കെ അഭിപ്രായം ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അതിനെ ശാസിച്ച് അല്ലെങ്കിൽ അതിനെ തിരുത്തി പറയുന്ന ചില പദങ്ങളാണ് ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് വേഗത്തിൽ. നീ ന്യായപ്രമാണം വചനിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, പുറമേ യഹൂദനായവനല്ല യഹൂദൻ. ജഡത്തിനൊരു പരിച്ഛേദന ലഭിച്ചിട്ടല്ലേ നീ യഹൂദനായത്. ഇവിടെ അപ്പോസ്തലൻ പറയാ, നിനക്ക് പുറമേ ലഭിച്ച പരിച്ഛേദനയല്ല നിനക്ക് വേണ്ടത്, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. നിന്റെ ഹൃദയത്തിനാണ് ചെയ്യുന്നുണ്ടാകേണ്ടത്. അപ്പോൾ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നവർ പരിച്ഛേദന ഏറ്റത് കൊണ്ട്, അഗ്രചർമ്മം ചെയ്തത് കൊണ്ട് അവർ വിശേഷതയുള്ള ജനമായി മാറുന്നു എന്ന് ചിന്തിച്ചപ്പോൾ അപ്പോസ്തലൻ പറയാണ്, നിനക്ക് പരിച്ഛേദന വേണ്ടത് നിന്റെ ഹൃദയത്തിനകത്താണ്. അത് നമ്മളോടുള്ള ദൂത. യഹൂദന്മാരോടുള്ള ദൂതാണെന്ന് ചിന്തിക്കുമ്പോൾ ഇത് നമ്മളോടുള്ള ദൂത. നമ്മുടെ ഔട്ടർ അപ്പിയറൻസിനല്ല പ്രാധാന്യം ലഭിക്കേണ്ടത്. മീശ എടുക്കുന്നത് കൊണ്ടോ അല്ലാതായിരിക്കാം, നമ്മുടെ സംഘടനകളൊക്കെ പറയുന്നുണ്ട്, മീശ എടുക്കുന്നത് കൊണ്ടോ വൈറ്റ് ഷർട്ട് ധരിക്കുന്നത് കൊണ്ടോ, അല്ലേ, ടിപ് ടോപ്പായി നടക്കുന്നത് കൊണ്ടോ, അപ്പോൾ അതുകൊണ്ട് പുറമേ ഉള്ള ഔട്ടർ അപ്പിയറൻസ് അല്ല വേണ്ടത്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇപ്പൊ നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് വേണമെന്നല്ല ഞാൻ പറയുന്നില്ല. ഔട്ടർ അപ്പിയറൻസിലല്ല പ്രത്യേകത ഉണ്ടായിരിക്കേണ്ടത്, ഹൃദയങ്ങൾക്കാണ് പരിച്ഛേദന ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഔട്ടർ അപ്പിയറൻസിലാണ് അവർ യഹൂദന്മാർ ചിന്തിച്ചത്, ഞങ്ങൾ പരിച്ഛേദന ഏറ്റവരാണ്, അഗ്രചർമ്മം ചെയ്തവരാണ്, ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്, ഞങ്ങൾ ആചരിച്ചു പോകുന്ന ആചാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് ചിന്തിച്ച ജനത്തോട് ദൈവം പറയുകയാണ്, ഇതൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്, ഹൃദയത്തിന് മാറ്റമുണ്ടായിരിക്കണം. പുറമെ യഹൂദൻ എന്ന് നടിക്കുന്ന നിങ്ങളല്ല യഹൂദന്മാർ, അകമേ യഹൂദനായിത്തീരണം. അകമയെ സ്തുതിക്കുന്നവൻ. യഹൂദൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ എന്നുള്ള ആവാസലേഖമാല. യഹൂദൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ എന്നാണ്, ആരാധിക്കുന്നവനാണ്. അപ്പൊ അകമേ ആരാധിക്കുന്നവൻ, അകമേ സ്തുതിക്കുന്നവൻ, അകമേ ദൈവവുമായിട്ട് കണക്ഷൻ ഉള്ളവൻ. ഔട്ടർ അപ്പിയറൻസ് യഹൂദന്മാരെ പോലെ ഇല്ലെങ്കിലും, അറിയ പുറമേ ഇല്ലെങ്കിലും അകത്ത് ദൈവവുമായിട്ട് ബന്ധമുള്ളവനായിരിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കുറെ കൂടെ വിശദമായി ഈ അഗ്രചർമ്മത്തെ കുറിച്ചും പരിച്ഛേദനയെ കുറിച്ചൊക്കെ അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് അതിലുറച്ചു നിൽപ്പിൻ. യഹൂദന്മാരുടെ പഴയ പാരമ്പര്യത്തിലേക്കും രീതികളിലേക്കും ചടങ്ങുകളിലേക്കും ആചാരങ്ങളിലേക്കും തിരിച്ചു പോകരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസോട് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ ദൈവം ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി ഈ ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, അതിന്റെ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കിയത് കൊണ്ട് നിങ്ങൾ അതിനകത്ത് ഉറച്ചു നിൽക്കണം. പഴയ പാരമ്പര്യങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, അടിമതുകത്തിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ അവർ യഹൂദന്മാരിൽ ചിലർ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും വിശ്വസിച്ച് സ്നാനപ്പെട്ടതിന് ശേഷവും അഭിഷേകം പ്രാപിച്ചതിന് ശേഷവും പോയി പരിച്ഛേദന ഏറ്റു, അല്ലെ. യഹൂദനായിരിക്കുന്നതുകൊണ്ട് പരിച്ഛേദന ആവശ്യമാണെന്നൊരു ചിന്ത അവരുടെ അകത്തുള്ളത് കൊണ്ട് അവർ പരിച്ഛേദന ഏറ്റപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം?
പരിച്ഛേദന ഏൽക്കുന്നത് ന്യായപ്രമാണം മുഴുവൻ അനുസരിപ്പാൻ തീരുമാനിക്കുന്ന ഒരുവനാണ്. ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ അവൻ കടപ്പെട്ടിരിക്കുകയാണ്. 4-ാം വാക്യം. ന്യായപ്രമാണത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവായിട്ട് നിങ്ങൾ കണക്ഷൻ ഇല്ല. നിങ്ങൾ വേർപെട്ടു പോയി. കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ സാധിക്കാനാണ് കർത്താവ് വന്നത്. ഹൃദയങ്ങളിൽ ന്യായപ്രമാണത്തെ എഴുതാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിച്ഛേദന ഏൽക്കുന്നെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് തിരികെയാണ്. ക്രിസ്തുവുമായിട്ടുള്ള കണക്ഷൻ, ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ അവിടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. 5-ാം വാക്യം. ഞങ്ങളോ വിശ്വാസത്താൽ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. നമുക്ക് നിങ്ങളുടെ ദിവസം നമുക്ക് കേൾക്കാൻ ഇച്ചിരി കട്ടിയുള്ള ഭാഗമായിരുന്നു, എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ഈ വചനം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. യഹൂദ ജനതയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പ്രശംസിക്കുന്ന ഔട്ടർ അപ്പിയറൻസ് ഇല്ലേ, ഹല്ലേലൂയ, നിങ്ങളുടെ പരിച്ഛേദന, നിങ്ങളുടെ ഡ്രസ്സ്, ഹല്ലേലൂയ, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ഒക്കെ ഇല്ലേ, എന്നാൽ ഇവയൊക്കെ നിങ്ങൾ അതിലേക്ക് അനുസരിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രമാണിച്ച ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ തിരികെ പോകുന്നെങ്കിൽ, ന്യായപ്രമാണം അനുശാസിക്കുന്നതാണല്ലോ പരിച്ഛേദന. അപ്പോൾ നിങ്ങൾ പരിച്ഛേദന കഴിക്കുമ്പോൾ ന്യായപ്രമാണത്തെ സ്വീകരിക്കുകയാണ്. ന്യായപ്രമാണം അനുസരിക്കുന്ന അനുഷ്ഠാനങ്ങളിലേക്ക്, ചടങ്ങുകളിലേക്ക്, പാരമ്പര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ ഒരുവൻ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തി തന്നിരിക്കുക. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. റോമറിന്റെ പുസ്തകത്തിന്റെ തീമതാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ ഔട്ടർ അപ്പിയറൻസിന്റെ ആവശ്യമൊന്നുമില്ല, ഈ പരിച്ഛേദനയുടെ ആവശ്യമൊന്നുമില്ല, ഈ പാരമ്പര്യത്തിന് അനുഷ്ഠാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, കർത്താവിനെ സ്വന്തം വായ കൊണ്ട് ഏറ്റുപറയുക, കർത്താവിനെ റിസീവ് ചെയ്യുക. അവിടെ ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ലാതാകുന്നു, പരിച്ഛേദനയുടെ ആവശ്യമില്ലാതാകുന്നു, പുരോഹിതന്റെ ആവശ്യമില്ലാതാകുന്നു, ഹല്ലേലൂയ, ശുശ്രൂഷകളുടെ, പഴയ നിയമ ശുശ്രൂഷകളുടെ ആവശ്യമില്ലാതാകുന്നു. ഒരുവൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാക്കപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചാതെ ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അടിമനുഖത്തിലേക്ക് പോകരുത്. അടിമനുഖം പലതുണ്ട്. പാപത്തിന്റെ അടിമനുഖങ്ങളുണ്ട്, നമ്മെ സ്വാധീനിക്കുന്ന പാപത്തിന്റെ അടിമനുഖങ്ങളുണ്ട്, നമ്മെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്വാധീനിക്കുന്ന അടിമനുഖങ്ങളുണ്ട്, രോഗത്തിന്റെ അടിമനുഖങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുടെ അടിമനുഖങ്ങളുണ്ട്. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞ് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന ബോധ്യം. വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ള അപ്പോസ്തലന്മാരുടെ വിശ്വാസമാണ് റോമർക്ക് ഹല്ലേലൂയ അദ്ദേഹം കൈമാറുന്നത്. നമ്മുടെ കണ്ണുകളെ ദിവസം അടച്ചാട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പല കാര്യങ്ങളും നാം കേട്ടു. നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, ഇടപെടലുകൾ, ഭാവങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ന്യായവിധി സ്ഥാനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. അവൻ സകല രഹസ്യങ്ങളെയും വെളിച്ചത്തുകൊണ്ടിരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. രണ്ടാമതായി കേട്ടു, നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് യഹൂദന്മാരെ പോലെ ഔട്ടർ അപ്പിയറൻസിലല്ല കാര്യം, ഹൃദയ പരിച്ഛേദന അത്രേ കാര്യം. ഹല്ലേലൂയ. ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, ജഡത്തിലുള്ള എന്തെങ്കിലുമല്ല, നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടുള്ള രൂപാന്തരണമല്ല, പിന്നെയോ ഹൃദയത്തിന് പരിച്ഛേദന സംഭവിക്കണം. ഹൃദയം മാറണം, മനസ്സാക്ഷി മാറണം, ചിന്തകൾ മാറണം, മറ്റുള്ളവരുടെ ഇടപെടലുകൾ മാറണം, തീരുമാനങ്ങൾ മാറണം, ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടണം. അവിടെയാണ് ഹല്ലേലൂയ ഒരുവൻ യഹൂദനായി മാറുന്നത്. ഹല്ലേലൂയ. യഹൂദന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഹല്ലേലൂയ ജഡത്തിലെ യഹൂദനെ പ്രശംസിക്കുന്നില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളല്ല യഹൂദന്മാർ, അകത്ത് ഹൃദയ പരിച്ഛേദനയേറ്റവർ, അവരത്രേ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന യഹൂദന്മാർ. ഹല്ലേലൂയ. അവർക്ക് പുകഴ്ച ലഭിക്കും. ഇന്ന് ഹല്ലേലൂയ യഹൂദന്മാരായിട്ടുള്ളവരുണ്ടല്ലോ, ജനനം കൊണ്ട് യഹൂദന്മാരായിട്ടുള്ളവരുണ്ടല്ലോ, എന്നാൽ ആ പദവിയിലേക്ക് വരുവാൻ നമുക്കും കഴിയുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. എങ്ങനെ? ഹൃദയ പരിച്ഛേദന സംഭവിക്കുന്ന നിമിത്തം, ദൈവത്തോട് അടുക്കുന്ന സമയം സംഭവിക്കുന്ന നിമിത്തം നമുക്കും സ്തുതിക്കുന്നവനായി തീരാൻ കഴിയും, നമുക്കും പുകഴ്ച ലഭിക്കുന്നവരായി തീരാൻ പറ്റും. ഇന്ന് രാത്രി വിവരങ്ങളിലേക്ക് സമർപ്പിച്ചാണ് കേട്ട നേരത്തിന് മുമ്പിൽ സമർപ്പിച്ച എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ. പ്രിയ ശിശുക്കളെ പ്രാർത്ഥിക്കും.